ഞാൻ ഇന്ന് ഓസ്ട്രേലിയയിൽ നമ്മുടെ R7 ആയിട്ടൊന്ന് ഓടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഞാൻ വഴിയിൽ വെച്ചിട്ട് ഒരു പയ്യനെ പരിചയപ്പെട്ടു. അപ്പോൾ അവൻ്റെ വണ്ടിയാണിത്. CF മോട്ടോ എന്ന് പറഞ്ഞ കമ്പനിയുടെ NK150 എന്ന് പറഞ്ഞ വണ്ടി. കണ്ടിട്ടൊരു കിടിലം വണ്ടിയാണ്, ഞാൻ ഇതുവരെ ഓടിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ആ പയ്യൻ. അവനോടൊക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ചോദിച്ചു. ഹലോ അപ്പോൾ അതിനോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ അതിലെനിക്ക് തോന്നി ഓസ്ട്രേലിയയിലേക്ക് വരാൻ പറ്റിയ ആൾക്കാർ കേൾക്കാൻ പറ്റിയ കുറച്ച് കഥ അവൻ്റെ ഉണ്ടെന്ന് തോന്നി. നമുക്ക് അവനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ വണ്ടി ഇപ്പോൾ എടുത്തിട്ട് കുറേ കാലമായോ? ഞാനിപ്പോൾ എടുത്തിട്ട് ഒരു വർഷമായി. ആദ്യം കുറച്ച് ഞാൻ ശരിക്കും പറഞ്ഞത് ഊബർ ഈറ്റ്സ് ഓടിക്കാൻ വേണ്ടി എടുത്തതാണ്. ഇപ്പോൾ പിന്നെ ഈ ഫുൾ ടൈം ഒക്കെ വർക്ക് ഉള്ള സമയത്ത്, ക്ലാസ് ഉള്ള സമയത്ത് ഫുൾ ടൈം അറിയാൻ പറ്റില്ല. 48 hour ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഞാൻ വർക്ക് ഇങ്ങനെ ഡെയിലി കമ്പ്യൂട്ടർ ബൈക്കായിട്ട് യൂസ് ചെയ്യാം. വർക്കിന് പോകുന്ന സമയത്ത് ഈ ട്രെയിനൊക്കെ നിന്ന് പോകുന്ന പറയുന്നത് കുറച്ച് ചടങ്ങാണ്. ഇതാകുമ്പോൾ പെട്ടെന്ന് പോയി നമ്മുടെ സമയത്തിന് ട്രെയിനൊന്നും വെയിറ്റ് ചെയ്യാതെ നേരെ പോയി എടുക്കാം, കുഴപ്പമൊന്നുമില്ലാതെ പെട്ടെന്ന് പോയി വീട്ടിൽ വരാനൊക്കെ സുഖമാണ്. അപ്പോൾ കുറേ വർഷമായി ഓസ്ട്രേലിയയിൽ വന്നിട്ട്? 2 വർഷം കംപ്ലീറ്റ് ആവാറായി. എൻ്റെ കോഴ്സ് ചെയ്താറായി. 2 വർഷം എന്നിങ്ങനെ പെട്ടെന്ന് പോയെന്ന് അറിയാൻ പറ്റില്ല. വന്നതും ഇതും ഒറ്റ ഇപ്പം പെട്ടെന്ന് ആലോചിക്കുമ്പോൾ വർഷങ്ങളായി വന്നിട്ട് കുറേ നാളായി. പക്ഷേ ഇപ്പോഴും ഓർക്കുന്നുണ്ട് വന്നിട്ട് ആദ്യമായിട്ട് ഇവിടേക്ക് വന്നിട്ടുള്ള ഓരോ സ്ഥലങ്ങൾ പരിചയപ്പെടാനും ഓരോ കാര്യങ്ങൾ അറിയാം. ആദ്യം വരുമ്പോൾ എല്ലാം പുതിയ നാട്ടില് എയർപോർട്ടിന്റെ അടുത്ത്, നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുത്ത് അങ്കമാലി. അപ്പോൾ ഏത് ഏജൻസി വഴിയാണ് ഇങ്ങോട്ട് ഓസ്ട്രേലിയ? IDP എന്ന് പറഞ്ഞ ഏജൻസി ഉണ്ട് എറണാകുളത്ത്. ട്രസ്റ്റബിൾ ആണ്. ട്രസ്റ്റബിൾ ആണ്. ഈ IELTS ഒക്കെ നടത്തുന്നത് അവരാണ് നടത്തുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് വന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. ഇപ്പോൾ ഇവിടെ ബൈക്കിന്റെ ഒക്കെ ലൈസൻസ് കിട്ടാനായിട്ട് എങ്ങനെയാ? എളുപ്പമാണോ? കാറിന്റെ ലൈസൻസ് ആണോ ബൈക്കിന്റെ ലൈസൻസ് ആണോ കൂടുതൽ എളുപ്പം എളുപ്പമല്ല. എളുപ്പം ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുന്ന ആൾക്ക് രണ്ടും എളുപ്പമാണ്. പക്ഷേ എക്സ്പെൻസീവ് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ്, ഈ കാശ് വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി എക്സ്പെൻസീവ് ബൈക്ക് എടുക്കാനാണ്. ഇവിടെ ആൾക്കാർ ബൈക്ക് ലൈസൻസ് എടുക്കൽ കൂടുതൽ ആൾക്കാരും കാറെന്ന് പറയുന്നത് എല്ലാവരും. പക്ഷേ ഏത് വണ്ടി വീട്ടിലാണെങ്കിലും ഇവിടെ കാർ നമ്മുടെ നാട്ടിലൊക്കെ അതെ, അതുകൊണ്ട് കാറിന് ഭയങ്കര ചീപ്പാണ്. നമുക്കിപ്പോൾ എക്സ്ട്രാ നമ്മൾ പഠിക്കാൻ വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി കോഴ്സിൽ പോകുകയാണെങ്കിൽ എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും. അല്ലാതെ നോക്കുമ്പോൾ ശരിക്കുള്ള ഗവൺമെന്റ് പറയുന്ന ഫീസ് എന്ന് പറയുന്നത് ആകെ ഭയങ്കര കുറവ്. ആകെ ടെസ്റ്റിനുള്ള ഇത് വരുള്ളൂ, 100 something വരുള്ളൂ. പക്ഷെ ബൈക്ക് എന്ന് പറഞ്ഞാൽ എത്ര നന്നായിട്ട് അറിയുന്ന ആളാണെങ്കിൽ പോലും, ഇപ്പോൾ ലൈസൻസ് കൺവേർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും 3 ദിവസത്തെ കോഴ്സ് വേണം. ടോട്ടൽ 3 ദിവസം എടുക്കും. അപ്പോൾ എല്ലാം കൂടിയിട്ട് ഒരു $800 എന്തായാലും മിനിമം എല്ലാവർക്കും വരും, മിനിമം. ബാക്കി പിന്നെ എക്സ്ട്രാ നമ്മൾ ക്ലാസ്സിൽ പോകുന്നതൊക്കെ വെച്ചിരിക്കും. മൊത്തത്തിൽ ഓസ്ട്രേലിയ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? പുതിയ സ്റ്റുഡൻസിന് വരുമ്പോൾ കാര്യമായിട്ട് ഇവിടെ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ശ്രദ്ധിക്കേണ്ടതെന്തോ, ഇവിടെ മോഷണം കുറച്ച് നല്ല സീനാണ്. പക്ഷെ നൈസല്ല. മിക്ക ആൾക്കാരും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. നമ്മളെ ശ്രദ്ധിക്കേണ്ടത് ഭയങ്കര അത്യാവശ്യമാണ്. ചില ആൾക്കാര് ഭയങ്കര ഈ മെന്റലി ഡിസോർഡർ ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ കാണാം. അതാണ്. പക്ഷെ മിക്ക ആൾക്കാരും ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ഭയങ്കര നൈസ് ആൾക്കാരാണ്. നമ്മുടെ അടുത്ത് ഭയങ്കര ഹാപ്പി, നല്ല കൈൻഡ് ആയിട്ട് സംസാരിക്കും. പക്ഷെ അതിൽ പക്ഷെ ചില ആൾക്കാർ മാത്രം ഈ ഹോംലെസ് ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ട്സ് ഒക്കെ ചിലവരുണ്ടാവും, ഭയങ്കര എണ്ണത്തിൽ കുറവ്. പക്ഷെ അവരൊക്കെ ഭയങ്കര ഓവറാണ്. പക്ഷെ നമ്മളെന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അവരിപ്പോൾ നമ്മളെന്തെങ്കിലും ചെയ്താൽ നമുക്ക് പോലീസിന്റെ അടുത്ത് എന്തെങ്കിലും കംപ്ലൈന്റ് പോലും ചെയ്യാൻ പറ്റില്ല. കാരണം ഫ്രണ്ട്സിന്റെ ആണെങ്കിൽ തന്നെ കുറെ പേരൊക്കെ സൈക്കിൾ മോഷണം പോയി. പിന്നെ എന്റെ സൈക്കിൾ പോയിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് ഞാൻ വെറുതെ സ്റ്റേഷനിൽ ലോക്ക് ചെയ്തിട്ട് പോയതാ. തിരിച്ച് പിറ്റേ ദിവസം രാവിലെ വന്ന് നോക്കിയപ്പോൾ സൈക്കിളിന്റെ ലോക്കിട്ട് പോയതാ. എന്നിട്ട് അത് പൊട്ടിച്ചു പോയി. പിന്നെ ഇവിടെ മോഷണം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ മോഷണം അല്ലെങ്കിൽ ഈ ചില സൈക്കിക്ക് ആൾക്കാരുടെ കുറച്ച് ബുദ്ധിമുട്ട് അതൊക്കെ ഉണ്ട്. എന്നാലും ബാക്കി വെച്ച് നോക്കുമ്പോൾ മിക്ക ആൾക്കാർ നല്ല ഹാപ്പി, നല്ല നൈസ് മനുഷ്യർ. അതായത് നമുക്ക് ഒരു നല്ല വീടും നല്ല കാറും ജോലി സ്ഥലം ഉണ്ടെങ്കിൽ പുറത്തിറങ്ങാതെ ഇവിടെ നിന്ന് കാറി കയറാം, ജോലിക്ക് പോവാ, തിരിച്ചു വരാം, നമ്മൾ സേഫ് ആയിട്ട് ഇരിക്കാം. നമ്മൾ സ്വന്തം കാര്യം നോക്കി നമ്മൾ സൂക്ഷിച്ച് നന്നായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല ഇതാണ് ഇവിടെ. ബാക്കിയുള്ളവർക്ക് നമ്മുടെ കാര്യത്തിൽ ഇടപെടാൻ ഒരു അവസരം. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോകുമ്പോൾ നമ്മൾ ഫ്രീയാ, നമ്മുടെ അടുത്ത് ആർക്ക് വേണമെങ്കിലും അപ്രോച്ച് ചെയ്യാം, നമ്മൾ ആർക്ക് വേണമെങ്കിലും എന്തുകൊണ്ടും പറയാം. പക്ഷെ നമ്മൾ സ്വന്തം വണ്ടി പോകുമ്പോൾ അങ്ങനത്തെ ഇഷ്യൊന്നുമില്ല. പിന്നെ രാത്രി പോയി കഴിഞ്ഞാൽ അതും വിഷയമുണ്ട്. എന്നാലും നാട്ടില് കുറച്ചുകൂടി സേഫ് ആണ്. പിന്നെ രാത്രി 12 മണിക്കൊക്കെ സിനിമ കഴിഞ്ഞിട്ട് കൂളായിട്ട് നടന്നു വരാറ്. എന്നാലും അതുകൊണ്ടൊന്നും വിഷയമില്ല. പക്ഷേ ഈ ചില ഏരിയ, ഇപ്പോൾ ഫ്രൂട്ട്സ് ക്രേ എന്ന് പറഞ്ഞ ചില ഏരിയകളിൽ മാത്രം ഭയങ്കര അങ്ങനത്തെ ജങ്കീസ് ഉള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ മാത്രം ശ്രദ്ധിക്കുക. ബാക്കി മിക്ക നൈബർഹുഡും നല്ല നൈസ് സ്ഥലങ്ങളാണ്, കുഴപ്പമൊന്നുമില്ല. ലൈഫ് നല്ല എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മള് വിചാരിക്കുന്ന പോലെ നമുക്കിപ്പോ എൻജോയ് ചെയ്യാൻ. പാർട്ട് ടൈം ജോബ് ഒക്കെ സ്റ്റുഡൻസിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടുമോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എല്ലാ ജോലിയും ചെയ്യാൻ തയ്യാറാവുക എന്നുള്ളൊരു, അതെ, നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. നമ്മള്
ചിലവർക്ക് ഈസി ആയിട്ട് ലക്കിന് ചിലപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടിയെന്ന് വരും. അല്ല ചിലവർ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. റെഫറൻസ് ഒക്കെ അല്ലാതെ നമ്മൾ വെറുതെ നമ്മൾ സ്വയം നോക്കി അന്വേഷിക്കുകയാണെങ്കിൽ സമയം എടുക്കും. പക്ഷേ നമ്മുടെ മൈൻഡ് പോലിരിക്കും. നമ്മൾ എന്ത് ജോലി ചെയ്യാനും ഭയങ്കര ഓക്കെ ആയിട്ടാണ് നമ്മൾ വരണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് എന്ത് ജോബ് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് ഒരു ഈ വെജിറ്റബിൾ മാർക്കറ്റിൽ കാഷ്യറും അവിടുത്തെ അത് അടക്കി പടക്കി വരയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരുന്നു. അത് വെച്ച് സ്റ്റാർട്ടായി. പിന്നെ പതുക്കെ വേറെ ജോബ് കിട്ടി. അപ്പോൾ നമ്മൾ ഇന്നൊരു ജോബ് മാത്രമേ ചെയ്യുള്ളൂ അങ്ങനെ വിചാരിച്ച് വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ ഇപ്പോഴും മൈൻഡ് ഓപ്പൺ ആയിട്ട് വയ്ക്കുക. എന്ത് ജോലിയാണെങ്കിലും ചെയ്യാമെന്നുള്ള ഇതിലിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് ഒബ്വിയസ്ലി കിട്ടും. പിന്നെ ആ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ ജോബ് കിട്ടാൻ എളുപ്പമായിരിക്കും. ഫസ്റ്റ് ജോബ് ആയി കുറച്ചുകൂടി ഇപ്പോൾ നമ്മുടെ പഠിത്തത്തിൻ്റെ IT അല്ല ഇപ്പോൾ നമ്മുടെ ഫീൽഡിൽ തന്നെ ജോബ് കിട്ടാനാണ് പോലും ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ പാട്. എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ജോലി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഫസ്റ്റ് ജോബ് കുറച്ചും ക്രാക്ക് ചെയ്യാൻ പാടും. അങ്ങനെ നീ ഇവിടെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്? RMIT സിറ്റിയിലുള്ള RMIT ഡാറ്റ സയൻസ് പഠിക്കുന്നു മാസ്റ്റേഴ്സ്. ഇപ്പോൾ 2 years ഓൾമോസ്റ്റ് ചെയ്യാറായി. ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ നമുക്ക് നാട്ടിലെ ഭക്ഷണം തന്നെ ഇവിടെ കഴിക്കാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? നമ്മുടെ കിട്ടും മിക്ക പക്ഷെ നാട്ടിലെല്ലാ ഫുഡും ഉണ്ട് ഇവിടെ. ഇപ്പോൾ കുറച്ച് ഇന്ത്യൻ ഫുഡ്സ് എല്ലാം ഉണ്ട്. എക്സ്പെൻസീവ് ആണ്. പിന്നെ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ്സ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കിട്ടാൻ വേണ്ടി. കേരളത്തിലെ ഫുഡ് കിട്ടാൻ വേണ്ടി ആകെ 1-2 കട ഇതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നല്ല കറക്റ്റായിട്ട് നാട്ടിലെ ഫുഡ് എന്ന് പറയാൻ പറ്റും. എന്നാലും അവിടെ അപ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. പിന്നെ ആ നാട്ടിൽ അതേ ടേസ്റ്റ് ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ കടയിൽ പോയാൽ കിട്ടില്ല. ഇവിടെ ഈ ഇവിടുത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ആൾക്കാർക്ക് എരിവ് ഉപയോഗിക്കുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ ഈ എരിവിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ സ്റ്റുഡൻസ് ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി വീട്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ ചെറിയ മാറ്റം വരിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഈ സ്പൈസസ് കൂടുതൽ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ സ്വെറ്റിന് വിഷർപ്പിന് ആ ഒരു സ്മെല്ലുണ്ടെന്നാണ് ഈ ഫിലിപ്പിനോക്കാരൊക്കെ പറയണത്. അപ്പൊ അവര് പറയണ ഇന്ത്യൻസിന് സ്മെല്ലുണ്ട്. അതിപ്പോ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പാകിസ്ഥാനികളൊക്കെ ഇവിടെ അടുത്ത് വർക്ക് ചെയ്യണവരുണ്ടെങ്കിൽ അവർക്കൊരു മട്ടന്റെ സ്മെല്ലുണ്ട്. അപ്പൊ അത് നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ നമ്മുടെ സ്മെല്ല് ഈ ഫിലിപ്പിനോക്കാർക്ക് ഭയങ്കരമായിട്ട്. ഇവിടെ ഉള്ളവർക്ക് എനിക്ക് അത്രയും തോന്നിയില്ല പക്ഷെ ഇവിടെ ഫിലിപ്പീൻസ് കൂടുതലുള്ളതുകൊണ്ട് അവരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയും നിങ്ങൾക്ക് സ്മെല്ലുണ്ട് എന്ന് പറയും. കുറച്ച് ദിവസം അവരുടെ കൂടെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ശരിയാവും. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെനിക്ക് ഇവിടെ വെച്ച് മാത്രമല്ല എക്സ്പീരിയൻസ്. ഞാൻ ഗൾഫിലായിരുന്നു ഇതിന് മുമ്പ്. ഗൾഫിലായിരുന്ന സമയത്തും ഫിലിപ്പീൻസ് പറയും കംപ്ലൈൻ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എനിക്ക് സ്മെല്ലുണ്ട്, ഞാൻ കുളിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ 2 നേരം കുളിക്കണ്ട, അവന്മാർ 1 നേരം കുളിക്കുള്ളൂ. അത് നമ്മുടെ കുഴപ്പമില്ലാതെ ആക്ച്വലി. പക്ഷെ നമ്മളതൊന്ന് അറിഞ്ഞ് ഫുഡൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമുക്ക് കൂട്ടാം പതുക്കെ. പക്ഷെ പെട്ടെന്ന് അവർക്ക് ഒരു സ്മെല്ലിന്റെ ഇത് കൊടുക്കാം. പിന്നെ പെർഫ്യൂം നല്ലത് ഉപയോഗിച്ചാൽ നല്ലതാണ്. ഞാൻ പെർഫ്യൂം ഒന്നും ഉപയോഗിക്കുന്നുണ്ടായില്ല. ഇവിടെ പിന്നെ എരിവ് പറയുന്നത് പിന്നെ ചില ആൾക്കാർക്ക് ഇവിടെ ട്രൈ ചെയ്യുന്നവരുണ്ട്. പക്ഷെ മിക്കവർക്കും ഇപ്പോൾ ഈവൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫിലിപ്പീനോ ആൾക്കാർക്കൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ഇന്ത്യൻ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് പോകും. പക്ഷെ അവർക്കൊക്കെ ഈ മൈൽഡ് എരിവാണോ പോലും ഒട്ടും പറ്റില്ല. അപ്പോൾ അവര് മൂക്കൊക്കെ ചുമന്ന് കണ്ണീന്നൊക്കെ വെള്ളം വന്ന് ഇപ്പോൾ കൊളംബിയയിൽ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവരോട് പറഞ്ഞിട്ട് കാര്യം അത് അവരുടെ ഒരു കൾച്ചറിൽ അവർ ശീലിച്ചത് അങ്ങനെയാണ്. പക്ഷെ ചിലവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിലവർക്ക് ഇങ്ങനെ ഇന്ത്യൻ ഫുഡ്. ഇപ്പം എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിക്കാരൻ എന്ന് പറയുന്നത് പുള്ളിക്കാരൻ്റെ വൈഫ് ഫിലിപ്പീനോ ആണ്. പക്ഷെ ആള് കൊളംബിയ ആളാണ്ടാവുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ്റെ അവർക്ക് ഭയങ്കര ഇന്ത്യൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും ഉണ്ടാക്കും. അങ്ങനെ എനിക്ക് അപ്പോൾ ഷെയറൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ശരിക്കും നമ്മുടെ നാടിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും. ഇവിടുത്തെ മസാലയൊക്കെ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ എനിക്ക് സജസ്റ്റ് ചെയ്തു ഇന്ന സ്ഥലത്ത് നല്ല മസാലയൊക്കെ കിട്ടുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എരിവ് ഇവിടുത്തെ അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ട് ഈ ഇന്ത്യൻ കടയിൽ പോയി കഴിയുമ്പോൾ എത്ര പറഞ്ഞാലും അത്ര സ്പൈസി കിട്ടില്ല നമ്മൾ വിചാരിക്കുന്ന അത്ര. എന്നാലും ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇവിടെ റെന്റിന് വീട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇപ്പൊ നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് നോക്കണം, ഫുഡ് അതുപോലെ ഫുഡ് മേടിക്കാനുള്ള സ്ഥലങ്ങൾ, ഗ്രോസറീസ് അവൈലബിൾ ആണോ, അങ്ങനെ എന്തെങ്കിലും? ഗ്രോസറീസ് ഇപ്പോൾ നമ്മൾ സിറ്റി പോകുന്ന ആൾക്കാരാണെങ്കിൽ ഗ്രോസറീസ് ഇഷ്ടംപോലെ സിറ്റിയിൽ എവിടെയാണെങ്കിലും കിട്ടും. പക്ഷേ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടും ബാക്കി നമ്മുടെ ബാക്കി എന്തെങ്കിലുമൊക്കെ അവൈലബിൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ശരി ഗ്രോസറീസ് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അടുത്ത് ഇപ്പോൾ ഒരു കടയുണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഭയങ്കര അത്യാവശ്യമാണ്. ഇപ്പോൾ നമ്മൾ വണ്ടിയൊന്നും ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ സ്റ്റാർട്ടിങ് വരുന്ന സമയത്ത് ഇപ്പോൾ രാവിലെയൊക്കെ നമുക്ക് വർക്ക് കിട്ടും. ഇപ്പോൾ എനിക്ക് 7 മണിക്ക് പോകേണ്ടി. ഇപ്പോൾ ഈ രാവിലെ വർക്കിനൊക്കെ പോകുന്ന സമയത്ത് പോകണമെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഇല്ലാതെ കുറേ ദൂരം നടന്നൊക്കെ പോകുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് പോകുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഈ തണുപ്പത്തൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് നടക്കേണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പാടാണ്. അപ്പോൾ കൂടുതൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ട്രെയിൻ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെ ഏറ്റവും ബെസ്റ്റ് അതാണ്. ബസ് ഇവിടെ ഇടയ്ക്ക് ചില സ്ഥലങ്ങളിൽ ബസ് ഭയങ്കര അവൈലബിലിറ്റി കുറവാണ്. നിന്റെ എക്സ്പീരിയൻസിൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഓസ്ട്രേലിയയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്തെങ്കിലും മിസ്സായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീക്ക് എന്തെങ്കിലും കാര്യം കൂടി ചെയ്തിട്ട് ഓസ്ട്രേലിയയിലേക്ക് വന്നാൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ?
അങ്ങനെ കുറച്ചുകൂടി എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ ഒരു കാര്യം എനിക്ക് മെയിനായിട്ട് തോന്നിയത് ഇവിടെ വന്ന് പഠിക്കൽ ഭയങ്കര കഷ്ടപ്പാടാണ്. പക്ഷെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോബൊന്നും ചെയ്യാതെ ഫുൾ കോൺസെൻട്രേഷൻ പഠിത്തത്തിലായിട്ട് വരാണെന്ന് സെറ്റപ്പാണ്. അതേ ഇടയ്ക്ക് ആലോചിച്ചായിരുന്നു. പക്ഷേ ഞാൻ ഇവിടേക്ക് വരണേക്കാൾ മുമ്പ് ഞാൻ പഠിച്ച മാസ്റ്റേഴ്സ് തന്നെ ഒരു ഓൺലൈൻ കോഴ്സൊക്കെ എടുത്ത് അങ്ങനെ നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിട്ടാണ് ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ ടൈം പാർട്ട് ടൈമിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യത്തിൽ പഠിച്ചിട്ട് ഈ അതിന് വേണ്ടി ഉപയോഗിച്ചിട്ട് ഈ പെട്ടെന്ന് അസൈൻമെന്റ്സും അതൊക്കെ തന്നെ. അല്ലാതെ നമ്മൾ ഇവിടെ വന്നിരുന്ന് ഈ കോഴ്സും വർക്കും എല്ലാം വർക്കിന് ടൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ഈ അസൈൻമെന്റും പ്രൊജക്ടുകളും എല്ലാം വരുമ്പോൾ നമുക്കത് പിന്നെ ചെയ്തു പോകാനുള്ള സമയം ബുദ്ധിമുട്ടുണ്ട്. അതായത് ഇപ്പോൾ വർക്ക് കഴിഞ്ഞ് നമ്മൾ വന്നിട്ട് വൈകുന്നേരം വന്ന് പിന്നെ കുക്ക് ചെയ്ത് ഫുഡ് അതൊക്കെ കഴിഞ്ഞ് പിന്നെയും വർക്കൊക്കെ അസൈൻമെന്റിന് ടൈം എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യണവരുണ്ട്. പക്ഷെ അത് കുറച്ചും കഷ്ടപ്പാടാണ്. അപ്പോൾ പഠിച്ചിട്ട് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ള സംഭവം നേരത്തെ അറിഞ്ഞിട്ട് വരാണെങ്കിൽ ഇവിടെ ഭയങ്കര സുഖമായിരിക്കും. നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മിസ് ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യം മിസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആ ഒരു ഇപ്പോൾ ജസ്റ്റ് വൈകുന്നേരം നമ്മൾ പോയി ഫ്രണ്ട്സൊക്കെ ആയിട്ട് കോഫി അടിക്കലും ചായ പിടിക്കലും അതൊന്നും ഇവിടെ നടക്കില്ല. ഇവിടെ ചായ എന്ന് പറയുന്നത് ചായ ഒന്നും കിട്ടില്ല. നമ്മൾ ആ നാട്ടിലത് കിട്ടില്ല. എന്നാലും അങ്ങനെ പോയി ഇപ്പോൾ ഇടയ്ക്ക് നാട്ടിലൊക്കെയാണെങ്കിൽ ഇടയ്ക്ക് ബോർഡിക്കാൻ വെറുതെ ഒന്ന് പോയി കറങ്ങാം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ പറ്റില്ല എന്നല്ല, എന്നാലും ആ അത്രയ്ക്ക് ഒരു ഇത് കിട്ടില്ല നമുക്ക്. അപ്പോൾ അതിനുള്ള ടൈമും കിട്ടില്ല. എപ്പോഴും ബിസി ആയിരിക്കും കുറച്ചുകൂടി. നമുക്ക് കുക്കിംഗ് അല്ലെങ്കിൽ തുണി ഒന്നില്ലെങ്കിൽ ലോണ്ട്രി ഉണ്ടാവും, അല്ലെങ്കിൽ കുക്കിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലീനിങ് ഉണ്ടാവും, അല്ലെങ്കിൽ വർക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പഠിക്കാം. എന്തെങ്കിലുമൊക്കെ എപ്പോഴും ബിസി ആയിരിക്കും. പിന്നെ ആ കുറച്ച് സമയം ഉണ്ടാവും. ആ സമയം നമ്മൾ ഉള്ള ഫ്രണ്ട്സൊക്കെ ആയിട്ട് നമ്മളിവിടെ എൻജോയ് ചെയ്ത് പോകും. അങ്ങനെ പിന്നെ നമ്മുടെ റൂംമേറ്റ്സ് നല്ല സെറ്റപ്പാണ്. നമുക്ക് നല്ലൊരു മുന്നോട്ട് പോകാൻ നല്ല രസമായിരിക്കും. നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരെ പോലെ ഇരിക്കും. ഇപ്പോൾ ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പുറത്ത് സിറ്റിക്കിൻ്റെ അടുത്ത് ഞാനിപ്പോൾ താമസിക്കുന്നത് പറയുന്നത് ഒരു സിറ്റിയിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ വന്നപ്പോൾ ഒരു സിറ്റീൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷേ വന്നപ്പോൾ വന്നു കഴിഞ്ഞ് കുറച്ച് താമസിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലായി പക്ഷേ സിറ്റി ഭയങ്കര എക്സ്പെൻസീവാണ്. ഇപ്പോൾ ചീപ്പറാണ്. ഞാനിപ്പോൾ താമസിക്കുന്നത് ഭയങ്കര ചീപ്പറാണ്. പിന്നെ എൻ്റെ കൂടെ താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും ഞങ്ങൾ വലിയ കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിട്ടൊക്കെ പോകുന്നത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ 2 years ആയിട്ടും ഇതുവരെ മാറിയിട്ടില്ല. മാറണമെന്ന് ഇടയ്ക്കിടയ്ക്ക് ആലോചിക്കായിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോഴും മാറിയില്ല. ഇനിയിപ്പോൾ നോക്കണം. അങ്ങനെ ഇനിയിപ്പോൾ കോഴ്സ് കഴിഞ്ഞ് ജോലിയുടെ ആവശ്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മാറേണ്ടിയൊക്കെ ആവശ്യം വരാം. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചാൽ നമുക്ക് ഡിപ്പെൻസ് ആണ്. പക്ഷെ ഒന്നും തീരുമാനിച്ചു. ഇങ്ങനെ വാടകയ്ക്ക് വീടൊക്കെ എടുക്കുമ്പോൾ അതിലെന്തെങ്കിലും നോക്കാണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ റെന്റ് കാര്യങ്ങൾ ഇപ്പം ഏതെങ്കിലും സിറ്റിയിൽ കൂടുതലാണെങ്കിൽ വേറെ കുറച്ച് സ്ഥലത്തേക്ക് കുറവ്. പെട്ടെന്ന് ഒരാൾ പറയുന്നത് കേട്ടിട്ട് സിറ്റിക്ക് ഔട്ട് പോയി എടുക്കുന്നതാണോ നല്ലത്, അതല്ലെങ്കിൽ ഔട്ടിൽ തന്നെ വേറെ പല സ്ഥലങ്ങളും ട്രെയിനോ ബസ്സോ ആക്സസ് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും കമ്പയർ ചെയ്തെടുക്കുന്നത്. എപ്പോഴും സിറ്റീൻ്റെ ഉള്ളിൽ നിൽക്കാൻ നമ്മൾ സ്റ്റാർട്ടിങ് വരുമ്പോൾ തന്നെ സിറ്റീൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. അറ്റ്ലീസ്റ്റ് ഒരു ജോബൊക്കെ ആയിട്ട് നല്ല ജോബൊക്കെ ആയിട്ട് നമുക്ക് ഇപ്പോൾ സേവിങ്സ് വേണമെന്നില്ല. തൽക്കാലത്തേക്ക് നമ്മൾ നടന്നു പോയാൽ മതി. അങ്ങനത്തെ ഒരു ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ജസ്റ്റ് ആദ്യം ഒന്ന് വന്ന് സെറ്റിലായി കഴിഞ്ഞിട്ട് പിന്നെ ജോബൊക്കെ കിട്ടിയിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ സിറ്റിൻ്റെ അടുത്തേക്ക് പോവാം. അല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ സിറ്റിയിൽ വന്ന് എടുക്കുമെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കിയാണ്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നത് ആള് സിറ്റിയിൽ എന്താ ഇഷ്യൂ എന്ന് വെച്ചാൽ നമുക്ക് ഈ സ്കേപ്പ് ഒക്കെ പറഞ്ഞ വലിയ അങ്ങനെ ഫ്ലാറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവർ അഗ്രിമെൻറ്റ് വയ്ക്കും. അത് 6 months അല്ലെങ്കിൽ 1 year ഒക്കെ അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തീർക്കാതെ പോകാൻ പറ്റില്ല. അപ്പോൾ $500 per week എന്നൊക്കെ പറഞ്ഞ് പോകണമെങ്കിൽ ഒരു മാസം തന്നെ $2000 ആവും. പിന്നെ സാലറിന്റെ പകുതി കൂടുതൽ അത് തന്നെ. പിന്നെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് വന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ നാട്ടിൽ ചെയ്ത പോലെ നാട്ടിൽ ഭക്ഷണം കഴിച്ചിരുന്ന പോലെയൊക്കെ ഭക്ഷണം കഴിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവിലേക്ക് പോകും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ബ്രെഡ് കഴിക്കുകയാണെങ്കിൽ തന്നെ നാട്ടിൽ 100 രൂപയ്ക്ക് മേടിക്കണ നാട്ടിൽ എത്ര രൂപയുണ്ട് ബ്രെഡിന്? 35, 40, 50 ഒക്കെ ഉള്ള ബ്രെഡ് ആണെങ്കിൽ ഇവിടെ വരുമ്പോൾ 400-450 ഇന്ത്യൻ റുപ്പീസ് വരും കൺവേർട്ട് ചെയ്യുമ്പോൾ. കൺവേർട്ട് നോക്കുമ്പോഴാണ് പ്രശ്നം തന്നെ. അപ്പൊ നമ്മള് നാട്ടിൽ ശീലിച്ച ഒരു കറിയുടെ ടേസ്റ്റ് ഉണ്ടാവും. അത് ചിലപ്പോൾ നമ്മുടെ അമ്മൂമ്മ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള തലമുറകളായിട്ട് ഫോളോ ചെയ്ത് വന്ന സാധനമായിരിക്കും. നമ്മൾ അതേ സാധനങ്ങൾ തന്നെ ഇട്ട് തന്നെ ഇവിടെ അങ്ങനെ തന്നെ കറി വെക്കണമെന്ന് വാശി പിടിച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ. ടൈം എടുക്കും. പിന്നെ ഞാനൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് എല്ലാ ദിവസവും ഡിഫറെന്റ് ടേസ്റ്റാണ്. ബിക്കോസ് എനിക്കിത് ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും ഇടുന്ന മസാലയും സാധനങ്ങളൊക്കെ മാറും. പക്ഷെ എനിക്ക് എല്ലാ ദിവസവും ഡിഫറെന്റ് ആയിട്ടുള്ള ടേസ്റ്റുകൾ വരും. അതാ. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫുഡും നമ്മൾ ട്രൈ ചെയ്യണം. ഇപ്പോൾ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലത്ര അവർ ഇത്തരം മസാല അതൊന്നുമില്ല. അപ്പോൾ നമ്മൾ അതായിട്ട് ഒന്ന് പൊരുത്തപ്പെടാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനത്തെ ഒന്ന് ഇവിടുത്തെ ഫുഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ
കുറച്ചുകൂടി സെറ്റാണ്. നമ്മൾ നാട്ടിലെ ഫുഡ് എടുക്കാൻ വേണ്ടി ടൈം എടുക്കും കുറച്ച്. പിന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒരു വായിക്കുക ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സൺഡേ കിട്ടുന്ന സമയത്ത് നല്ലൊരു ഇറച്ചി കറിയാണ് കപ്പറച്ചിക്ക് വെച്ച് വെക്കാൻ നല്ല ഇന്ത്യൻ കടയിൽ നിന്ന് നല്ല സാധനങ്ങൾ കിട്ടും. അത് വെച്ച് നാട്ടിൽ വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കാൻ നൈസാണ്. അത് സ്ഥിരം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം ഒരു ഇതാണ് അങ്ങനെ. അപ്പോൾ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പോൾ വരുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലുമൊക്കെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ഈ വീഡിയോ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അപ്പോൾ കാണാം. കാണാം. ബൈ. ശരി.